Hi, good morning, all of you. How are you all? It's me, ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത് ബോച്ചയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻ്റേതായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും വീണ്ടും വാർത്താ ചാനലുകളും അതേപോലെ ഓരോരുത്തരുടെ പ്രബലമായ വ്യക്തികളുടെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ എനിക്കും ഒരു വീഡിയോ എൻ്റേതായിട്ടുള്ള ശക്തമായ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് തോന്നി. അതുകൊണ്ട് വന്നതാണ്. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. ഒപ്പം ബോച്ചയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഓരോ മലയാളികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. അതിൽ നമ്മൾ സാധാരണക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ വിലപിടിപ്പുള്ള വാക്കുകൾ വളരെ വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞ ശ്രീമാൻ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഒരുപാട് ഞാൻ കാണാറുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം നല്ല നല്ല വാക്കുകളാണ് എല്ലാ വീഡിയോകളിലും. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ബോച്ചയുമായിട്ടുള്ള പ്രതികരണത്തിൽ ബോച്ചയുമായുള്ള വിഷയത്തിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മനോഹരമായി ഒരു സാധാരണക്കാരെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. ആ വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചതിന് വ്യക്തമായി നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ സാധാരണക്കാരുടെയും പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ നന്ദി പറയുന്നു, പ്രത്യേകം നന്ദി പറയുന്നു. വളരെ സന്തോഷം ശ്രീമാൻ രാഹുൽ ഈശ്വർ, താങ്കൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ സംസാരിച്ചതിന്. കാണാത്തവരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണണം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, സാധാരണ ഇപ്പോൾ അവരെ വസ്ത്രധാരണം എല്ലാം നമുക്ക് ഓക്കെ. ഉദ്ഘാടന സ്റ്റേജിൽ ബോച്ചെ കുന്തി ദേവി എന്ന് ആ നടിയെ വിശേഷിപ്പിക്കുകയുണ്ടായി. അതിൽ എന്ത് തെറ്റാണ് എന്ന് എനിക്ക് പിന്നീടും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. സംഭവം അതിൽ ഇന്നർ മീനിങ് ഉണ്ടാവാം. ഇന്നർ മീനിങ് ചിന്തിക്കുന്നതും നല്ലത് ചിന്തിക്കുന്നതും ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ്, ഓരോ വ്യക്തികളുടെ താല്പര്യമാണ്. കുന്തി ദേവി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പുരാണത്തിൽ വളരെ ശക്തമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ശ്രീമതി കുന്തി ദേവി, അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു ശിക്ഷ അതിൻ്റെ ആവശ്യമുണ്ടോ? ഓരോ മലയാളികളും ചിന്തിക്കണം. ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട്. ഒരു സാധാരണ വ്യക്തിയാണ് കുന്തി ദേവിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞതെങ്കിൽ, സാധാരണ ഒരാണാണ് പറഞ്ഞതെങ്കിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടാകുമോ? സാധാരണക്കാരനാണ് കുന്തി ദേവിയായിട്ട് ആ നടീനെ തന്നെ വിശേഷിപ്പിച്ചതെങ്കിൽ ഇത്രയും വലിയൊരു ശക്തമായിട്ടുള്ള നീക്കുപോക്കുകൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്നുണ്ടാകുമോ? അറസ്റ്റ് ഉണ്ടാകുമോ? കേരള പോലീസിൽ നിന്നുണ്ടാകുമോ? നമുക്കൊക്കെ അറിയാം, ഇന്ത്യൻ മിലിറ്ററി, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതാണ് ഇന്ത്യൻ മിലിറ്ററി. നമ്മളെല്ലാവരും, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ദേശസ്നേഹിയായിട്ടുള്ള മാതൃസ്നേഹമുള്ള എല്ലാവരും, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇന്ത്യൻ മിലിറ്ററി നമ്മുടെ ഭാഗമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ കേരള പോലീസിനെയും കാണുന്നത്. കേരള പോലീസ് അത്രയും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. ഈ വിഷയത്തിൽ കേരള പോലീസ് ഒരു ഫോൺ കോൾ കൊണ്ടുപോലും ഹാജരാകുന്ന വ്യക്തിയാണ് ബോച്ചെ സാധാരണക്കാരൻ മാത്രമല്ല, അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനും കൂടിയാണ്. അദ്ദേഹം സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്ന, സമൂഹത്തിൽ ഒരുപാട് കടമകൾ തനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന, സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നന്മകൾ ചെയ്യുന്ന, നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ. ഓരോന്നിടത്ത് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കിയാൽ മതി. അത്രയും പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തിലൊരാൾ, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്, ഒരു നടി നിങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ താങ്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊന്ന് സ്റ്റേജിൽ ഹാജരാവണം എന്ന് സാധാരണ ഭാഷയിലെ പോലീസുകാർ പറയാം. നമുക്കൊക്കെ അറിയാം. ഇതിന് പകരം ഇങ്ങനെ വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ പോയി, വയനാട് പോയി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് എറണാകുളത്ത് വെച്ച് വിചാരണ ചെയ്ത് അറസ്റ്റിലാക്കി റിമാൻഡ് ചെയ്ത്, ദൈവമേ, ഇതിനൊക്കെ ആവശ്യമുണ്ടോ? ഇത് ഒരു കുന്തി ദേവിനെ പേര് വിളിച്ചു, അത് ഇന്നർ മീനിങ്ങിലോ നല്ല മീനിങ്ങിലോ എന്തോ ആവട്ടെ, കുന്തി ദേവി എന്നുള്ള വാക്ക് വിശേഷിപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാനുള്ള തെറ്റ് അതിൽ നമ്മൾ കാണുന്നുണ്ടോ? അതിൽ ആ തെറ്റുണ്ടോ എന്നാണ് എൻ്റെ സംശയം, എനിക്ക് ചോദിക്കാനുള്ളത്. കുന്തി ദേവി എന്നുള്ള പേര് വിളിച്ചതിൻ്റെ പേരിൽ ഇത്രയും നീചമായി മോശപ്പെട്ട രീതിയിൽ അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ട കാര്യം എന്താണ്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. എൻ്റെ ക്വസ്റ്റ്യനാണത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര തേജോവധമായിട്ട് ഇങ്ങനെ ഹരാശ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ പീഡിപ്പിക്കുന്നു, അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്നു? എന്തുകൊണ്ട് ചെയ്യുന്നു? എന്തു തന്നെ ആയാലും അദ്ദേഹം ആ വാക്ക് വിളിച്ചതിൻ്റെ പേരിൽ, ആ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ടോ? നമ്മൾ ചിന്തിക്കണം. എനിക്ക്
തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കുന്തി ദേവി എന്ന് പറഞ്ഞാൽ അത്രയും മഹത്തായിട്ടുള്ള, വളരെ പരിശുദ്ധിയുള്ള, വളരെ സവിശേഷതകളുള്ള മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് കുന്തി ദേവി. ഒരു മാതാവാണ്, പഞ്ചപാണ്ഡവരുടെ മാതാവാണ്. ആ പേര് വിളിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു സീരിയലിൽ കുന്തി ദേവിയായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു നടിയുടെ രൂപസാദൃശ്യം വന്നതിൻ്റെ പേരിൽ, അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞതിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ ഇനോഗ്രേഷൻ ചെയ്യാൻ വന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ, ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. ഇതിൽ ആരൊക്കെ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യം, ഇതിൽ ആരൊക്കെ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം ആ തെറ്റ് തിരുത്തേണ്ടതാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യേണ്ടതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഭംഗിയായി നടക്കട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഇതിലേക്ക് ബോച്ചയുമായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബോച്ചെ എല്ലാവരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ബോച്ചയുടെ പ്രഖ്യാപനം തന്നെ, കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ് യു എവറിബഡി യുവർ ഓൺ ബോച്ചെ. ലവ് യു എവറിബഡി. നമ്മളെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, സാധാരണക്കാരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സപ്പോർട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ ഷിനു ഷെയ്ഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു വെരി മച്ച്.